ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ സീതുവിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഇളമര വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അമ്പലമുണ്ട്. അമ്പലം കാണിച്ചു തരാം കേട്ടോ. വലിയ എന്താന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അമ്പലം അല്ലേ, വിഷ്ണുവിൻ്റെ അമ്പലമാണ്. അമ്പലം കാണാനെല്ലാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് പേരെടുക്കാം ശങ്കരനാരായണ ക്ഷേത്രത്തിലിട്ടാ. ശങ്കരനാരായണ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അധികം എല്ലാവർക്കും അറിയുന്ന ഒരു ഇതൊന്ന് പ്രശസ്തമായ അമ്പലം ഒന്നും ആയിരിക്കില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കാണേണ്ട സംഭവം തന്നെ കേട്ടോ. ഞാൻ ഈ അമ്പലത്തിനെ പറ്റി കൂടുതൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഈ അമ്പലത്തിനെ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇതാണിതാ ശങ്കരനാരായണ ക്ഷേത്രം പേരെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിനെ പറ്റി കൂടുതൽ ആർക്കും അറിയുമൊന്നുമില്ല. അങ്ങനെ പ്രശസ്തമായ ഒരു അമ്പലമൊന്നുമല്ല. പക്ഷേ ഈ അമ്പലത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അത്രക്കും പഴക്കമുണ്ട്, ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിനെ പറ്റിയിട്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു കൗതുകത്തിൻ്റെ ബേസിലെടുത്ത വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞാൽ. ഇത്രയും പ്രശസ്തമായ ഒരു അമ്പലം ആരും അറിയാതെ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു സങ്കടമുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണി ചെയ്തതാണ് ഈ കല്ലൊക്കെ കാണുമ്പോൾ. നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നതിനേക്കാളും ഇവിടെ പൂജ ചെയ്യുന്ന ആളോട് ചോദിക്കാട്ടെ ഈ ആളോട് തന്നെ. എങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ ചരിത്രവും പിന്നെ എത്ര വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്? പിന്നെ പഴക്കം എന്ന് പറഞ്ഞാൽ ഒരു 2000 കൊല്ലം മുന്തിയത്തത്. 2000 കൊല്ലം മുമ്പത്തെ മുമ്പത്തെ പഴക്കമുണ്ട്. അതെയല്ലേ. അപ്പൊ മുന്തി രാജാക്കന്മാരത് അതിന് മുന്തിയ ഉണ്ടല്ലേ. ബ്രിട്ടീഷുകാർ ഇപ്പല്ലേ പോയത്, 47-ല്ലേ ബ്രിട്ടീഷ് പോയത്. ഇത് 2000 കൊല്ലം ആകുമ്പോൾ അതിനോട് കുറെ മുന്തിയായി. അങ്ങനെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിഷ്ണു മുമ്പ് വേറെ ഉണ്ടായിന്. മുന്തി പണ്ട് കാലത്ത് ശിവൻ ഉണ്ടായിന്. പണ്ട് കാലത്ത് അത് ഈ രാജാക്കന്മാരുടെ കാലത്ത് അവർക്ക് നിസന്ധതിയായി, സന്തതി ഇല്ലാതെ. അപ്പോൾ തന്ത്രിയോട് ഇപ്പോൾ എല്ലാം ചോദിച്ചു എന്താക്കുന്നതെന്ന്. അപ്പോൾ എല്ലാം കൂടി തീരുമാനിച്ചു പറഞ്ഞു അത് ഇവിടെ വേറെ ദേവനെ പ്രതിഷ്ഠാക്കണോ. അങ്ങനെ വിഷ്ണുവിനെ പ്രതിഷ്ഠാക്കി. രണ്ടാമത് ശിവനെ ഒരു സൈഡിലേക്കാക്കി. അത് ശിവൻ അപ്പുറത്ത് ആടെ കാണുന്നത് ശിവന് അതിനെ കരക്കാക്കിയിട്ട് ഇവിടെ ഇതിനെ പ്രതിഷ്ഠാക്കി വിഷ്ണുവിനെ. അപ്പോൾ വിഷ്ണു ആക്കിയത് എങ്ങനെയായിരുന്നെങ്കിൽ സന്താന ഗോപാലൻ നടന്ന ദേവനുണ്ട്. അത് അതിനിടെ പ്രതിഷ്ഠാക്കിയിട്ട് അത് ഇങ്ങനെ കഴിയുമ്പോൾ സന്തതിയായി. അപ്പം ആ സന്തതിയായിട്ട് അതിനെ രണ്ടാമത് ഇങ്ങനെ പോയി അത് ബ്രാഹ്മർക്ക് കൊടുത്തു. അപ്പോൾ ഈ രാജാക്കന്മാർ കൊടുക്കലുണ്ടല്ലോ, അങ്ങനെ കൊടുത്തു. കൊടുത്തിട്ട് ഈ അമ്പലവും ജാഗയും ഇതൊറ്റ ബ്രാഹ്മർക്ക് കിട്ടി. അങ്ങനെ ബ്രാഹ്മർക്ക് വന്നത്. അപ്പൊ നിങ്ങൾ എത്ര വർഷം? ഞങ്ങളൊരു 600. ഞങ്ങളായിട്ട് മുന്തി പൂജയ്ക്ക് തന്നെ കത്തില്ലായരുണ്ടായിന്. വേറെ ആളുണ്ടായത് അക്കില്ല ഇവിടെ തന്നെ കോട്ടൂരില്ലേ കത്തില്ലായർ വെള്ളായരെല്ലാം ഉണ്ടല്ലോ. അപ്പ്യ മുന്തി ഒരേ കുടുംബം. അപ്പ ഉണ്ടായിന് മുന്തി പൂജക്ക് ഞങ്ങളായിട്ട് മുന്തി. അപ്പ വേറെ ആളെല്ലാം കുറച്ച് സമയം ആക്കിക്കൊണ്ടിരുന്നു. ആക്കി കൊടുക്കും ഞങ്ങളെ കിട്ടി. ഞങ്ങളെ കൊണ്ടിട്ട് ഞങ്ങളെ പൂജക്കാക്കി ഒരു മുത്തേശ്വരനായി. അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. ഇപ്പോൾ ഓർക്കും കുടിയ അവകാശം വരുമ്പോൾ അവർ ഒഞ്ഞു മാറി. ഇപ്പം ഞങ്ങൾ ജാഗല്ല അവരെ ജാഗ കുടിയാവകാശത്തിന് ഞങ്ങൾക്ക് കിട്ടിയത് ഇതല്ല. അപ്പോൾ അവർ ഒഞ്ഞു മാറി കുടിയാവകാശം വരുമ്പോൾ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വന്നു. ഇപ്പോൾ ഇതിൻ്റെ മുത്തേശ്വരനും ഇതിൻ്റെ നടവും പൂജയും എല്ലാം ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ ചെറിയ ചരിത്രം അങ്ങനെയാണ് ചരിത്രമുള്ളത്. ഇപ്പം ഞങ്ങളുടെ സ്വാധീനത്തിലുണ്ട്. ഞങ്ങൾ പൂജയ്ക്കുന്നു, ഞങ്ങൾ ഇന്നലെ നടത്തിപ്പാടാക്കുന്നത്. അവരൊഞ്ഞു മാറി അന്ന് കുടി അവകാശം വരുമ്പോൾ അവരൊഞ്ഞു മാറി. അപ്പൊ കൊറേ ആൾക്കാർ അറിയാലോ, ഇപ്പോഴും അറിയുന്നില്ല ഈ ഇടൊരു ഇങ്ങനത്തെ ഒരു അമ്പലം ഉണ്ട്. അല്ല അറിയാനും വന്നെങ്കിലേ അതെ എല്ലാം വരും. ഇപ്പൊ ഓരോ നടവിലുണ്ടാകുമ്പോ എല്ലാരും വരും. അതിന്റെ കുറെ കുടിയന്മാർ കുറെ ഉണ്ട്. അവരതെല്ലാം പൂജ മാസം അവരുടെ പൂജ ഉണ്ട്. ഈ മകരത്തിൽ എല്ലാ ദിവസവും ഓരോ പൂജ ഉണ്ട് അവർ. കാർത്തിക പൂജ രാത്രി പകലും അങ്ങനെ വഴിപാട്. അത് ഈ മകരസംക്രാന്തിക്ക് പിന്നെ കാവേരി സംക്രാന്തിക്ക് പിന്നെ എല്ലാവരും കൊണ്ടുവരണം വഴിപാട്. പിന്നെ ചില സംക്രാന്തിക്കെല്ലാം അവരെന്നെ ഒരു 3-4 വീട്ടുകാർ വഴിപാട് കൊണ്ടുവരണം. അങ്ങനെല്ലാം വന്നുകൊണ്ടുണ്ട്. ഇപ്പൊ അവര് വരുന്ന മതിയാക്കിയിട്ടാകുമ്പോ പിന്നെ ആരുമില്ല. അങ്ങനെ. അപ്പൊ ഇപ്പൊ ഈ അമ്പലത്ത് ഏതെങ്കിലും ദിവസം
എന്തെങ്കിലും ഇങ്ങനെ ചോറും വിശേഷം മകരസംക്രാന്തി മകരൻ ജനുവരി ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ സദ്യ ഉണ്ട് ആൾക്കാരെല്ലാം കൂടുന്നത് ആൾക്കാരെല്ലാം കുറച്ച് എല്ലാം കൂടുന്നുണ്ട്. അപ്പൊ ഭാവിയിൽ വലിയൊരു അറിയപ്പെടുന്ന ഒരു അമ്പലമാവാൻ സാധ്യത ഉണ്ട് അല്ലേ? എന്നെ ആക്കുമ്പോ ഇത് രണ്ടാണോ പ്രതിഷ്ഠ 2 വേണം എന്നെ. ഏത് എന്തേ ഇപ്പൊ മുന്തി വിഷ്ണു ഉണ്ടായതല്ലേ, ശിവൻ ഉണ്ടായത്, ഇപ്പൊ വിഷ്ണുവിനാക്കിയതല്ലേ, അതിപ്പോ രണ്ടാമത് ശിവൻ പറയുന്നത് എനക്കും വേണം പ്രധാനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇതേപോലെ എന്നൊന്നാണ് ഒരു ശ്രീകോലും ഒരു മണ്ഡപവും ഇനി വേറെ ആണോ ശിവന് വേറെ. അപ്പൊ അതിന്റെ ഒക്കെ ഇപ്പൊ അതിന്റെ ഒക്കെ വേറെ ഉപദേവന്മാരുണ്ട്. ഗണപതി ഉണ്ട്, അയ്യപ്പനുണ്ട്, ശാസ്താവ് വേറെ ഉണ്ട്, ഗുടിയാണ്. അപ്പൊ ഇപ്പൊ ഇത് 2 വേറെ പ്രത്യേകം ജോഡമ്പലം തരുന്നില്ലേ, ആ പോലെ ഇവിടുത്തെ ജോഡമ്പലം നോക്കിനോ പണിയല പണിയലൊരു ജോഡമ്പലം ഉണ്ട്. പണിയല അത് 2 പ്രതിഷ്ഠ അങ്ങനെ ഭാവിയിൽ അങ്ങനെ ആവും. പ്രശ്നത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എല്ലാരും വരുന്ന കൊറേ വലിയൊരു അമ്പലമാവുമല്ലേ? ഇപ്പോഴും എപ്പോഴായെങ്കിലും വരും, വരാതെ എപ്പോഴായെങ്കിലും വരില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സംഗതിയെല്ലാം പ്രധാനമായിട്ട് പ്രതിഷ്ഠ ചെയ്തത് സന്തതിക്ക് വേണ്ടി. അത് സന്താന ഗോപാലൻ, ഇത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ നാട്ടുകാർ ചിലതിക്ക് നല്ല സന്തതി ഇല്ലാതെ സന്തതിക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. പിന്നെ മംഗലം കഴിയാതപ്യ മംഗലത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഉദ്യോഗത്തിന് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഇതാക്കി അങ്ങനെ വരുന്നുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ട പ്രാർത്ഥനക്കെല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 2000 വർഷത്തിൻ്റെ ചരിത്രം പറയാനുണ്ട് കേട്ടോ ഈ അമ്പലത്തിന്. ഞാൻ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ അമ്പലത്തിൽ പൂജ കഴിക്കുന്ന അദ്ദേഹം തന്നെയും പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ പോയി ഈ അമ്പലം എന്ന് പറയുന്നത്. അത്രയും ചരിത്രവും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. പക്ഷേ ആരും പലരും ഈ അമ്പലത്തിനെ പറ്റിയിട്ട് അറിയില്ല. അതാണ് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്. ഭാവിയിലെങ്കിലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ തിരക്കുള്ളതും അതുപോലെ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ ഒരു അമ്പലമായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ടെങ്കിലും ഈ അമ്പലത്തിനെ പറ്റി കുറേ ആൾ അറിഞ്ഞിട്ട് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാനത് ആഗ്രഹിക്കുന്നുമുണ്ട് എന്തായാലും. പിന്നെന്താന്ന് പറയുക, അമ്പലത്തിൽ പോയി പിന്നെ എളമര അപ്പുറത്തെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നു കേട്ടോ. അതൊക്കെ അമ്പലത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ വന്നു. പിന്നെ ഇതാ നോക്കിയാൽ നല്ല രസമുണ്ട്. ഇവിടെ ഇതാണ് താഴത്തെ വീട് തറവാടെന്ന് പറയുന്നത്. ആ പരിസരവും കാണാൻ ഭയങ്കര രസമാണ്. നോക്കിയേ നല്ല പച്ചപ്പാണ്, കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. എന്തായാലും പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നു. പിന്നെ ഇവിടെയൊക്കെ പോയിട്ടാണ്. പിന്നെ അതാ എളമര അച്ഛൻ വലിയ കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ നോക്കി, ഇത് വെറ്റില കൃഷി കേട്ടോ. നല്ലവർക്ക് വെറ്റില കൃഷിയൊക്കെ കുറേ ഉണ്ട്. എളുപ്പനും അങ്ങനെയാണ്, ഭയങ്കര കൃഷിയോടൊക്കെ താല്പര്യമാണ് ഇവർക്ക്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിതാ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് തോട്ടിൽ പോയിട്ടാണ്. കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വെള്ളം എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ജസ്റ്റ് പോയത്. അങ്ങനെ സീതു പോയി പിന്നെ ഈ കുട്ടീനെ കൂട്ടി വെള്ളത്തിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ കുട്ടീനെയും കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് പോയിട്ട് വന്നത്, ഞാനും ഇളമയും എല്ലാവരും കൂടി. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്